ഇപ്പൊ നിങ്ങളുടെ ആത്മാവ് ഒരു ചത്ത പട്ടി കയറി, പട്ടി പെട്ടെന്ന് കണ്ണൊക്കെ തുറന്ന് നോക്കി, നമ്മൾ നോക്കുമ്പോൾ പട്ടി നോക്കുന്നു, പട്ടീനെ രണ്ടടി അടിക്കുന്നു, കരയുന്നത് ചത്ത പട്ടിക്കോ കയറിയ ആത്മാവിനോ? അപകടങ്ങൾ എന്തെങ്കിലും കാണാറുണ്ടോ? ചിലപ്പോ അനുഭവിക്കണില്ലേ? അതിൽ കിടന്ന് അനുഭവിക്കണില്ലേ? ഉണർന്നില്ലെങ്കിൽ എന്തായിരിക്കും? അതാണ് നരകം. പിന്നീട് ആശ്രമം വിടാനുള്ള കാരണം അദ്ദേഹത്തിന്റെ മകളെ അവിടുത്തെ ഗുരുവിന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റും. അല്ല, ഇനിയുള്ള കാലത്ത് ഇതെല്ലാം പുറത്തു വരും. കാരണം ദൈവം എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനി ന്യായവിധി, ശിക്ഷ എല്ലാം ഭൂമി മൊത്തം എല്ലായിടത്തും പ്രകൃതി തന്നെ അത് ചെയ്യണ ഒരു തുടങ്ങി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കള്ളന്മാരെല്ലാം പുറത്ത് വരും. നമ്മള് ചിലർ പറയാറുണ്ട്, എനിക്ക് സോൾ പ്രസൻസ് കിട്ടാറുണ്ട്, സോൾ വളരെ ഹാപ്പിയാണ് എന്നൊക്കെ പറയുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ അലക്സാണ്ടർ ജേക്കബ് സാർ തന്നെ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പൂർവ്വജന്മം അദ്ദേഹം പറഞ്ഞു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം എന്നോട് ഒരു കഥ പറഞ്ഞു. ഒരു കേസ് കളിക്കാൻ വേണ്ടി ഒരു ആത്മാവിനെ വിളിച്ചു വരുത്തി സംസാരിച്ചു, ഒരാളെ വെച്ചിട്ട്. പക്ഷെ ആത്മാവ് പറഞ്ഞു, സാർ ഇനി എന്നെ തിരിച്ച് വിളിക്കരുത്, നല്ല വേദനയാണ്. അപ്പോൾ അവരുടെ വീട്ടുകാർ പറഞ്ഞു, സാർ കേസ് തെളിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അദ്ദേഹത്തെ നോവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ സോൾ മറ്റു ഡയമെൻഷനിൽ നിൽക്കുകയാണ്. ആ ഡയമെൻഷനിൽ നിന്ന് 3 ഡയമെൻഷനിൽ വന്ന ഒരാളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് അതിൻ്റെതായ പീഡനങ്ങൾ അനുഭവിക്കണം. ഇപ്പം നമ്മളിപ്പം 3 ഡയമെൻഷൻ ജയിച്ചെന്ന് വെച്ചോ, നമ്മളിനി അടുത്ത ഡയമെൻഷനിലായിട്ടാണ് പോണത്. ആ ഡയമെൻഷനിൽ ചെന്നിട്ട് അവിടെ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇവരുടെ വേദന എങ്ങനെ, ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെ, ഇവർ തമ്മിലുള്ള ഭാഷ വല്ലതും, ഇതൊക്കെ അതിൽ പഠിക്കേണ്ടതാണ്. അവർക്കൊരു ഫിസിക്കൽ ബോഡി ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് വേദന ഉണ്ടാവുക? മനസ്സല്ലേ, നമ്മൾ ഫിസിക്കലല്ലല്ലോ വേദന പറയുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ കോമാ സ്റ്റേജിൽ കിടക്കുന്നു, നിങ്ങൾ ആത്മാ ഇപ്പുറത്ത് മാറി നിന്നുകൊണ്ട് നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കണമെന്ന് വെച്ചോ, നിങ്ങളെ എന്ത് ചെയ്താലും നിങ്ങൾക്ക് വേദനിക്കില്ല. ഇപ്പം നിങ്ങളുടെ ആത്മാവ് ഒരു ചത്ത പട്ടി കയറി, പട്ടി പെട്ടെന്ന് കണ്ണൊക്കെ തുറന്ന് നോക്കി, നമ്മൾ നോക്കുമ്പോൾ പട്ടി നോക്കുന്നു, പട്ടീനെ രണ്ടടി അടിക്കുന്നു, കരയുന്നത് ചത്ത പട്ടിക്കോ കയറിയ ആത്മാവിനോ? ഈ ആത്മാവിനാണ് വേദന എടുക്കുന്നത്. നമ്മളെ വിചാരി ശരീരത്തിലാണ്. ഫിസിക്കൽ ബോഡി നിങ്ങൾ എന്തുകൊണ്ടോ ചെയ്തോ വേദനിക്കില്ല. ഫിസിക്കൽ ബോഡിയിൽ നിന്ന് ആത്മാവ് വിട്ട് മാറി കഴിഞ്ഞാൽ കീറാൻ, മുറിക്കാൻ, അടിക്കാൻ, എന്ത് ചെയ്താലും അത് അനങ്ങടക്കും, അതിന് വേദനയില്ല. ഇതിൻ്റെ അകത്ത് നിന്നാലേ ഉള്ളൂ ഈ ആത്മാവിന് വേദന. ഇതേ വേദന മറ്റ് ഡയമെൻഷനിൽ കൊണ്ടുപോയി അനുഭവിപ്പിക്കുമ്പോഴാണ് ഈ നരകം എന്നൊക്കെ പറയുന്നത്. ഇതേ വേദന ഈ എനർജി ഈ മനസ്സിന് അങ്ങ് കൊടുക്കും, ശരീരമില്ല. പക്ഷേ ഈ വേദന ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ സ്വപ്നം കാണാറില്ലേ? ഓടുന്നത് കാണാറുണ്ടോ? കുഴി വീണത് കാണാറുണ്ടോ? ഉണ്ടാവണം. അപകടങ്ങൾ എന്തെങ്കിലും കാണാറുണ്ടോ? ചിലപ്പോ അനുഭവിക്കണില്ലേ? അതിൽ കിടന്ന് അനുഭവിക്കണില്ലേ? ഉണർന്നില്ലെങ്കിൽ എന്തായിരിക്കും? അതാണ് നരകം. നിങ്ങളിപ്പോൾ ഉണരുമ്പോൾ രക്ഷപ്പെട്ടു, ഉറക്കമായിരുന്നു, ഉണർന്നില്ല. ആ സ്വപ്നത്തിൽ ഈ അനുഭവിച്ചങ്ങ് പോയാൽ. ഞാൻ ഇന്ന് രാവിലെ കണ്ടൊരു സ്വപ്നം പറയട്ടെ. ഞാനൊരു സ്റ്റെയർ കേസ് ആണ്. ആ സ്റ്റെയർ കേസ് ഇങ്ങനെ കോണ് തിരിയുന്നിടത്ത് അവിടെ റൗണ്ട് ഉണ്ട്. ഞാൻ എങ്ങനെയോ അതിനകത്ത് ഇറങ്ങിപ്പോയി. എനിക്ക് അതിന് കയറാൻ പറ്റുന്നില്ല. വെപ്രാളമാണ്. ഞാൻ അതിനുവേണ്ടി ഒരുപാട് പേരൊക്കെ പോകുന്നു. എനിക്ക് അറിയാത്ത കുറെ പേരൊക്കെ എന്റെ ഓഫീസിലുള്ള കുറച്ച് പേരുണ്ട്. ഓഫീസിലേക്ക് പുതിയതായിട്ട്, വലിയൊരു ഓഫീസാണ്, ഇപ്പോഴത്തെ ഓഫീസല്ല, ഓഫീസിലേക്ക് പുതിയ ആളുകളൊക്കെ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. പക്ഷെ ആരും ഞാൻ ഈ കുഴി കിടന്നിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ നോക്കുന്നില്ല. എന്തിനാ അങ്ങനെ സ്വപ്നം എനിക്കറിയത്തില്ല. ഞാൻ ഈ കുഴിയിൽ നിന്ന് വണ്ണം ഉള്ളത് കൊണ്ട് കയറി വരാൻ പറ്റുന്നില്ല. അവസാനം എങ്ങനെയൊക്കെയോ എടുത്തൊരു കാലെടുത്ത് മോളി വെച്ച് ഒരു പകുതി ആശ്വാസം വന്നപ്പോഴത്തേക്ക് എന്റെ ഫോൺ അടിച്ചു. ഞാണോ ഇതിന്റെ അർത്ഥം ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു തരൂ. ലൈവിൽ തന്നെ പറഞ്ഞു. കുഴപ്പമില്ല. അതായത് നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങൾ കെണിയിൽ വീഴുന്നാലും നിങ്ങൾക്ക് അതിൽ നിന്ന് കര കയറാൻ ഇത്തിരി പാടായിരിക്കും. അപ്പൊ നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, എന്റെ വണ്ണം ഉള്ളതുകൊണ്ട് എനിക്ക് കയറി വരാൻ പറ്റുന്നില്ല. അതാണ് ആദ്യമേ ഞാൻ കണ്ടിട്ട് പറഞ്ഞത്, ഇത് നെഗറ്റീവാണ്. അത് നിങ്ങളിലുള്ള ചില നെഗറ്റീവ് കാരണം നിങ്ങൾക്ക് അതിൽ നിന്ന് കര കയറാൻ ഇത്തിരി പ്രയാസപ്പെടും. പക്ഷെ നിങ്ങൾ കൈയിട്ടടിച്ചാലും ആരും അത് വിശ്വസിക്കില്ല, ആരും അത് ശ്രദ്ധിക്കുകയില്ല. പക്ഷെ നിങ്ങളുടെ അനുഭവം, നിങ്ങളുടെ വെപ്രാളം നിങ്ങൾ മാത്രം അനുഭവിക്കുന്ന ചില സിറ്റുവേഷൻസ് വരാൻ പോകുന്നു. ഇതാണ് എൻ്റെ അർത്ഥം. വരാൻ പോകുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ട് കയറാനായിട്ട് കണ്ടു, രക്ഷപ്പെട്ട് കയറണം. അപ്പം അതിൽ നിന്ന് നിങ്ങൾ കരകയറും ധൈര്യം. അപ്പം നേരത്തെ ഒരു മുന്നറിയിപ്പ് നിങ്ങൾ ആത്മാവ് നിങ്ങൾക്ക് തന്നതാണ്. ചില സിറ്റുവേഷൻസ് തന്നെ വരും, ഇല്ലെങ്കിൽ അങ്ങനെ ചില സിറ്റുവേഷൻ ആയിരിക്കും ഇപ്പോൾ ഉള്ളത്. പക്ഷേ നിങ്ങളതിൽ നിന്ന് കരകയറും. കരകയറാതെ അവിടെ തന്നെ കിടന്നാൽ, ഉണരുന്നതുമില്ല, ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരുന്നാൽ ഇതാണ് നരകം എന്ന് പറയുന്നത്. ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ. ചിലർ തീര് വീഴുന്ന് പൊള്ളിക്കിടന്ന് അലറിനായിട്ടൊക്കെ അനുഭവപ്പെട്ട് തന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ അങ്ങനെ അലറിയപ്പോൾ എന്താണ്? അലറി അതിലൊക്കെ കിടന്ന് വെപ്രാളപ്പെട്ട് വേർത്ത് കുളിച്ച് അവസാനം കണ്ണുറക്കുമ്പോഴാണോ സ്വപ്നം വരുന്ന. എവിടെ കിടന്നെന്ന് പോലും കുറച്ചേരത്തേക്ക് ഓർമ്മ കാണില്ല. ഇത് വീടാണെന്ന് പോലും ഓർമ്മ കാണില്ല. കട്ടില്ല ഏത് പൊസിഷനാണെന്ന് പോലും ഓർമ്മ കാണില്ല. കാരണം അത്രയും ആത്മാവ് അനുഭവിച്ചതാണ്. ഈ ഉണർന്നില്ലെങ്കിൽ ഈ തീ കിടന്ന് തന്നെ ഇങ്ങനെ വെന്ത് നിലവിളിച്ചുകൊണ്ടിരുന്നാൽ അതാണ് ഈ നരകം എന്ന് പറയുന്നത്. അല്ലാതെ അങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല. നമ്മൾ കാണുന്ന ആത്മാവ് അനുഭവപ്പെടുന്ന ഈ അനുഭവമാണ് ഈ നരകം എന്ന് പറയുന്നത്. ഈ സ്വപ്നങ്ങളുടെ ലോകം എവിടെയാണ്? ഇത് നമ്മളിൽ തന്നെ അടുത്ത ഡയമെൻഷൻസ് ഉണ്ട്. നമ്മളിൽ തന്നെ 7 ഡയമെൻഷൻസ് നമ്മളിൽ തന്നെ ഉണ്ട്. ഈ എല്ലാത്തിലും ഉണ്ടത്. ഇവിടെയൊക്കെയാണ് മറ്റ് ശക്തികൾ വസിക്കുന്നത്. ഇപ്പം നമ്മളിൽ 7 ചക്രാസ്, ഊർജ്ജം എന്ന് പറയുന്നത് നമ്മളെ ഈ കീറിയാൽ കാണാനൊന്നും പറ്റില്ല. അവിടെ അടുത്ത ഡയമെൻഷൻസ്, തലങ്ങളുണ്ട്.
ഈ തലത്തിലോട്ടാണ് ചില ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്ന ഈ ചക്രാസ് മനുഷ്യരിൽ ഒട്ടിച്ചു വെച്ച ഇത് അടുത്ത് അവിടെ ഒരു എനർജി കേന്ദ്രമാണ്. അവിടെ മുറിച്ച് നോക്കിയായിരുന്നു ഡോക്ടേഴ്സ് ഒക്കെ സർജറി ചെയ്യുമ്പോൾ. എന്നോടൊരു സ്ത്രീ പറഞ്ഞതാ, ഒരാളല്ല 2-3 സ്ത്രീകൾ പറഞ്ഞ ഒരു ഈ ചക്രാസ് ഹീലിങ്ങും ചക്രാസിനെ പറ്റി പഠിപ്പിക്കുകയും അത്യാവശ്യം ജ്യോതിഷവും ന്യൂമറോളജി ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാള് സ്ത്രീകളൊക്കെ ഇയാളുടെ അടുത്ത് ചക്രാസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ തിരിഞ്ഞിരുന്നിട്ട് ഉടുപ്പൊക്കെ കാണിക്കാൻ പറയും ചക്രാസ് കാണാൻ. ചക്രാസ് കാണാനല്ല, ഞാൻ ആ ആളെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഈ പരിപാടി ഇപ്പൊ നിർത്തിക്കോണം, ഈ പെൺകുട്ടികളുടെ പരാതിയും ഓഡിയോ ക്ലിപ്പുകളും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല ഇതില്ലേ പെന്തക്കോസ്റ്റിലെ കൈവച്ച് പ്രാർത്ഥന പോലെ ആയിപ്പോയി. കൈവച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ വേദനയുള്ള ഭാഗത്തൊക്കെ അവരെ കൈവെക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഇവരെ കയ്യിലാണ് സംഗതി എന്തോ ഉള്ളതെന്നാണ് എനർജി പാസ് ചെയ്ത്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഇത് അവസാനിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് അതിനുശേഷം അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ചില ആളുകള് കൺസൾട്ടിങ്ങിന് വന്നു കഴിഞ്ഞാൽ അവരെ സൈക്കോളജിക്കലായി ഉപദേശിക്കണം. പ്രത്യേകിച്ച് 25 വയസ്സ് താഴെയുള്ള കുട്ടികളാണെങ്കിൽ പേരൻസിനെ മാറ്റി നിർത്തി അടച്ചിട്ട മുറിയിലൊരു ഉപദേശമുണ്ട്. അപ്പം പിന്നെ നിങ്ങൾക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ്, മാസ്റ്റർബേറ്റ് ചെയ്യാൻ ഞാൻ പഠിപ്പിക്കാം. അല്ല ഇത് മനസ്സിലായി. ഇതേപോലെ ഈ ക്രിസ്ത്യ സഭകളിൽ ഈ കല്യാണം കഴിക്കാൻ പോണ ആണിനെ പെണ്ണെ ഇരുത്തിയും കൊണ്ട് ഈ അച്ഛൻ്റെ ഉപദേശമുണ്ട്. മെയിനായിട്ട് ഈ കത്തോലിക്ക സഭകളിലെ അച്ഛന്മാരെ കല്യാണം കഴിക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് അനുഭവത്തിൽ എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നതാണ്, ഭയങ്കര മ്ലേച്ഛമായ രീതിയിൽ നിങ്ങളെ ഭാര്യനെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. ഇത് യൗമാര് ഇതുപോലെ ചെയ്തിട്ടുണ്ടാ? ഇവർ കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിക്കാത്തവർ എങ്ങനെയാണ് ഈ പിള്ളേരെ ഉപദേശിക്കുന്നത്? ഈ ഉപദേശിക്കണിലൂടെ ഒരു ആത്മസുഖം. ഇതാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കഥ. ഈ ആത്മീയതയിൽ പലരും നടക്കുന്ന ആൾക്കാർ ഇങ്ങനെ തന്നെ, ചികിത്സയുടെ ഇടയിൽ കൂടെ ഒരു ആത്മസുഖം. അല്ല, അത് കേരളത്തിലൊരു പ്രശസ്തമായ ആശ്രമവുമായി ബന്ധപ്പെട്ട് നിന്നൊരാള്, ഒരു മനുഷ്യൻ പിന്നീട് ആ ആശ്രമം വിടാനുള്ള കാരണം അദ്ദേഹത്തിന്റെ മകളെ അവിടുത്തെ ഗുരുവിന് കെട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് പുറത്തു വരും, എന്തെങ്കിലും ഒരു ദിവസം പുറത്തു വരും. ഞാൻ പലപ്പോഴും അദ്ദേഹത്തോട് ചോദിച്ചു, പുറത്ത് പറയാൻ തയ്യാറാണെങ്കിൽ ഞാൻ തന്നെ അറിയാം. അല്ല, ഇനിയുള്ള കാലത്ത് ഇതെല്ലാം പുറത്തു വരും. കാരണം ദൈവം എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനി ന്യായവിധി, ശിക്ഷ എല്ലാം ഭൂമി മൊത്തം എല്ലായിടത്തും പ്രകൃതി തന്നെ അത് ചെയ്യണ ഒരു തുടങ്ങി കഴിഞ്ഞു. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കള്ളന്മാരെല്ലാം പുറത്ത് വരും. മീഡിയസും കാര്യം ഇപ്പം തന്നെ എന്തെല്ലാം പുറത്ത് വന്നുകൊണ്ടിരിപ്പുണ്ട്. ഇനി പണ്ടത്തെ പോലെ വേലത്തരം കള്ളത്തരം നടക്കൂല. വേറൊരു സംഭവമുണ്ട്, ഈ സ്ത്രീകൾ ഇച്ചിരി പ്രശ്നമൊക്കെ ആകുമ്പോൾ ആശ്വാസത്തിന് വേണ്ടി ചില ആളുകളെ വിളിക്കും. അവര് ചില പൂജകളൊക്കെ പറയും, പൂജയ്ക്ക് നേരിട്ട് വരണം. അപ്പൊ ഈ സ്ത്രീകൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നേരിട്ട് രാത്രിയിലൊക്കെയാണ് ഈ പൂജ വെക്കുക. 10 മണിക്ക് ശേഷം ഈ പൂജ വെക്കും. അല്ല, ഈ പൂജക്ക് ഇവർക്ക് വരാൻ പറ്റത്തില്ല. അപ്പൊ പറയും കുഴപ്പമില്ല, ആദ്യത്തെ പൂജയ്ക്ക് നിങ്ങൾ ഫോണിൽ കണക്ട് ചെയ്താൽ മതി, മണിയടി മന്ത്രമൊക്കെ കേൾപ്പിക്കും. രണ്ടാമത്തെ ആകുമ്പോ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കും. മൂന്നാമത്തെ പൂജ വീഡിയോ കോളാ. 4-5 പൂജ വീഡിയോ കോളിൽ പോകും. പിന്നെ പൂജ ഇല്ലാത്ത വീഡിയോ കോൾ തുടങ്ങും. അപ്പൊ ഈ പെൺകുട്ടിക്ക് ഭർത്താവുമായിട്ട് പിരിഞ്ഞിരിക്കുന്ന പ്രശ്നമായിരിക്കും. സ്വാഭാവികമായിട്ട് ആ കുട്ടിക്കും വികാരവും വിചാരവും ഒക്കെ ഉണ്ടാവും. അതെല്ലാം ഇളവും. ഇളകി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ല, അത് ഇളക്കി ചോദിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇപ്പൊ ജീവിക്കുന്നത്? അപ്പൊ അവർക്ക് അങ്ങ് ഉണർത്തും. ഒരു മായാ ലോകത്തേക്ക് എത്തിച്ചിട്ട് അവന് ഡ്രസ്സൊക്കെ കഴിക്കാൻ തുടങ്ങും. എന്നിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെന്ത് ചെയ്യും? നീ ഇത്ര രൂപ തന്നില്ലെങ്കിൽ ഇത് പുറത്തു വിടും. അല്ല, എന്റെ ഒരു ആള് വിളിച്ചിട്ട് ഇത് പറഞ്ഞിട്ട് 50,000 വെച്ച് 3-4 പൂജ കഴിഞ്ഞു, റിസൾട്ട് വരുന്നില്ല. അപ്പം പുള്ളി പറഞ്ഞെന്ന് വെച്ചാൽ ഇനി ഒരു പ്രത്യേക ഒരു നഗ്ന പൂജയുണ്ട്, അതിലെന്തായാലും റിസൾട്ട് വരും എന്ന് പറഞ്ഞ സമയത്താണ് എൻ്റെ മെസ്സേജ് കേൾക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ അയാൾക്ക് ദൈവം നിങ്ങളെ ശിക്ഷിക്കും എന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു തരേ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ, കാരണം എനിക്ക് താല്പര്യമില്ല. ഇനി ഇങ്ങനെയൊക്കെ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള ശിക്ഷ ഇങ്ങോട്ട് കിട്ടും എന്നൂടെ അങ്ങ് പറയാൻ പറഞ്ഞു. കാരണം ഇതിപ്പോഴത്തെ ട്രെൻഡാണത്. പണം മുടക്കി പൂജകൾ ചെയ്യാൻ നടക്കുന്നവരോട് എനിക്ക് ഞാൻ ഒരുപാട് പേരെ ഇത്തരത്തിൽ ചാനലിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വിചാരിച്ച് ഇവരോടൊന്നും പോയി പണം മുടക്കി ഒരു ദക്ഷിണ കൊടുത്ത് കൺസൾട്ടിങ് ഒക്കെ എടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിക്കുന്നതോ ഒക്കെ ഓക്കെയാണ്. അല്ലാതെ പൂജയ്ക്ക് വേണ്ടി പണം മുടക്കാൻ ഒരിക്കലും ഞാനായിട്ട് പ്രൊമോട്ട് ചെയ്യാറില്ല. ഇപ്പോൾ ഒരുപാട് പേര് അനുഭവങ്ങൾ പറയുന്നതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ചില ആളുകളിൽ നിന്ന് പരാതി കണ്ടാൽ നമ്മൾ ചെയ്യുന്ന ആ നമ്പറുകൾ നമ്മൾ ഒഴിവാക്കും, നമ്പർ കൊടുക്കാറില്ല. തീരെ വീണ്ടും പരാതി വരികയാണെങ്കിൽ വീഡിയോ തന്നെ റിമൂവ് ചെയ്യും. അല്ല, നിങ്ങൾക്ക് വിശപ്പെങ്കിൽ അതിന് പകരം ഞാൻ ഇരുന്ന് ആഹാരം കഴിച്ചാൽ നിങ്ങളുടെ വിശപ്പെങ്ങനെ മാറും? ഞാൻ വിളിക്കാൻ അങ്ങനെ പറയാറുണ്ട്. നിങ്ങൾക്ക് നെഗറ്റിവിറ്റി കൂടി നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കഷ്ടം. അത് അയാൾ അവിടെ നിന്ന് പൂജ ചെയ്ത് എൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ട് നിങ്ങൾ നെഗറ്റീവ് എങ്ങനെ മാറും? നിങ്ങൾക്ക് നെഗറ്റീവ് വരാൻ കാര്യം എന്താണ്? നിങ്ങളിൽ നിൽക്കുന്ന കർമ്മദോഷം. നിങ്ങൾ എവിടെയെങ്കിലും പോയി ഉരുള്. ഇപ്പം ചെരുപ്പില്ലാത്ത മലയ്ക്ക് ശബരിമല വേണമെങ്കിൽ വയ്ക്കുമോ? ഇനി വേണമെങ്കിൽ മുട്ടിലെഴഞ്ഞു വല്ല പള്ളിക്ക് ചുറ്റും മുട്ടിലെഴേ. നിങ്ങളെ കർമ്മദോഷം തീരെയല്ലേ? ഇതിന് പകരം വേറൊരാള് എന്തോ ഇങ്ങനെ ശാശ്വശുശു ചെയ്ത് നിങ്ങളെ കർമ്മദോഷം മാറുന്നു പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? ഇത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഈ ബലഹീനത വശം ബൈബിളിൽ പറയുന്നുണ്ട്, ഈ ശവം ഉള്ളിടത്ത് കഴുകന്മാർ കൂടുന്നു. ഇപ്പൊ ഒരുപാട് കഴുകന്മാർ കൂടി നിൽക്കുകയാണ്. കാരണം ഇഷ്ടംപോലെ ശവം. ഈ ശവം എന്താണ്? കഷ്ടം, പീഡനം അനുഭവിക്കുന്ന ജനങ്ങൾ.
ഇത് കൂടുന്തോറും ആത്മീയവും കൂടും. കസ്റ്റമേഴ്സ് കൂടി വരെയല്ലോ. കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നൊരു ചൊല്ലുണ്ട്. കലങ്ങി കിടക്കുകയാണ്, അവിടെ മാക്സിമം മീൻ പിടിക്കണം. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. കുഴപ്പമില്ല, നശീകരണം തുടങ്ങി. ദൈവം ഇതെല്ലാം സൃഷ്ടിച്ച്. എൻ്റെ ഒരു സംശയം എന്താണെന്നറിയോ, ഈ ചേട്ടൻ സുജു ചേട്ടൻ പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ കേട്ടു, ഇപ്പോഴും 2-3 വട്ടം ആവർത്തിച്ചു, ഞാൻ ദൈവവുമായിട്ട് സംസാരിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞത് ആരാണ് അങ്ങയുടെ ദൈവം? എനിക്കറിഞ്ഞൂടാ, അതൊരു എനർജി. എങ്ങനെയാണ് അദ്ദേഹം അവരോട് സംസാരിക്കുന്നത്? എൻ്റെ ഉള്ളിലൂടെ ഞാൻ പോലും അറിയാതെ. ഇപ്പം ഞാൻ തന്നെ ചില വ്യക്തികളോട് നിങ്ങൾ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എനിക്ക് അറിഞ്ഞൂടാത്ത ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുമ്പം അവരാ ചോദിക്കുമ്പോണ്ടല്ലോ ഒരു എനർജി ഫീൽ ചെയ്ത് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എനർജി ഫീൽ ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് ആൻസർ അറിഞ്ഞില്ല. അപ്പോൾ ഈ ആൻസർ വരുമ്പം ഞാൻ തന്നെ ശ്രദ്ധിക്കും, ഇതാണല്ലേ ഇതിൻ്റെ ആൻസർ. അങ്ങനെയാണ് പല കാര്യങ്ങളും ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഈ ത്രിമൂർത്തികളോ കൃഷ്ണനോ രാധയോ അല്ലെങ്കിൽ ശ്രീരാമനോ ഹനുമാനോ മറ്റേ ജീസസ് ക്രൈസ്റ്റോ അള്ളാഹോ ഒന്നും അല്ല. ഇതെല്ലാം ഉണ്ടോ എന്ന് വെച്ചാൽ എല്ലാം ഉണ്ട്, ഇല്ലെന്ന് പറയാനും പറ്റില്ല. ഇതിൽ ഈ പറഞ്ഞ പലരും ഭാവനാ സാധനങ്ങളുണ്ട്, ഭൂമിയിൽ ജനിച്ച മനുഷ്യരുണ്ട്, മറ്റ് അദൃശ്യ ശക്തികളുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പൊ കൃഷ്ണൻ രാധ എന്നൊക്കെ പറഞ്ഞാൽ ഭൂമിയിൽ ജനിച്ച സാധാ പച്ച മനുഷ്യര്, ദൈവത്തിന്റെ ഈ ചൈതന്യം അവരിൽ കൂടുതലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ അവതാര പുരുഷൻ എന്ന് പറഞ്ഞാൽ ജയിച്ച ആത്മാവിനെ തിരിച്ച് ഭൂമിയിൽ ചില ഡ്യൂട്ടിക്കായിട്ട് വിടും. അതാണ് ഈ അവതാര പുരുഷൻ. അങ്ങനെ ഉണ്ടായത്. അവർ പച്ച മനുഷ്യനായിട്ട് ജനിച്ച് ഭൂമിയിലുള്ള സകല കഷ്ടങ്ങൾ അനുഭവിച്ച് തരണം ചെയ്ത് ജീവിച്ച് ജീവിതത്തിലൂടെ പലതും പഠിച്ച്, അതാണ് ഈ കൃഷ്ണനും യേശു എന്നൊക്കെ പറയുന്നവർ. അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കണക്ഷൻ ഉണ്ട്. ഈ ഹനുമാൻ എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പം വരച്ചിങ്ങനെ ആയിപ്പോയി. ഇതല്ല സംഭവം. എനിക്ക് ദൈവം പറഞ്ഞത് കാട്ടിൽ അന്ന് വസിച്ചിരുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർ ആദിവാസികളെ പോലെ ഒരു വിഭാഗം ആൾക്കാർ അന്നുണ്ടായിരുന്നു. അതിലെ ഒരു കക്ഷി ഈ ശ്രീരാമൻ എന്ന് പറയുന്ന മനുഷ്യ അവതാര പുരുഷൻ ഈ ഭാഗത്ത് വരുമെന്നും ഈ പുള്ളിയെ സഹായിക്കാൻ വേണ്ടി ദൈവം നേരത്തെ പ്ലാൻ ചെയ്ത ഒരു വിഭാഗമാണ് ഈ ഇത്. അല്ലാതെ ഈ നമ്മളീ കാണുന്ന പോലെ കിരീടമൊക്കെ വെച്ച് ഗതയൊക്കെ അങ്ങനെയൊന്നുമില്ല. അവരുടെ ആയുധം വെച്ച് ആ ടീം, ആ മനുഷ്യ ടീം ഈ പുള്ളിയെ ഭാര്യയെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി സഹായിച്ചു. ഇത് നടന്ന സംഭവം. നമ്മൾ ഈ കാണുന്ന സാധനമൊന്നുമല്ല, ഇത് ഭാവന. ഭാവന വേണമല്ലോ. ഞാനിപ്പോൾ പറഞ്ഞ രാമായണം, ഇപ്പോൾ രാമായണ മാസമാണ്. രാമായണ കഥകൾ ഒരിക്കലും അവിശ്വസനീയമായ ഒരുപാട് കഥകളുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല. നമ്മളിപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഇനി കഥ പറഞ്ഞാലും ഒന്നും വേണ്ട. നമ്മളെ സിനിമാ നടൻ സത്യൻ അറിയാലോ, പുള്ളി മരിച്ചു. ഈ അടുത്ത കാലത്ത് യൂട്യൂബിലൂടെ പുള്ളിയുടെ അനുസ്മരണ യോഗത്തിൽ ഒരാൾ പുള്ളിയുടെ കഥ നിന്നങ്ങ് പറയണം. ബന്ധുവാരമാണ് ചേസ് ചെയ്ത് ജീപ്പൊക്കെ കൊണ്ട് ഇങ്ങനെ വളച്ച് തിരിച്ച് ഇങ്ങനെ പട്ടാളത്തിലായ സമയത്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു കഥ തള്ളി ഇവിടെയാണ്. ആൾക്കാരെ വെച്ചിരിക്കുന്ന അടുത്തൊരാൾ തട്ടയൊക്കെ ചെയ്യണം. ഇയാൾ അങ്ങ് മെനച്ച് പറയണ്. 50 വർഷം ആയില്ല, 30-40 വർഷത്തിനകത്ത് ഇത്രയും കഥ ഇറങ്ങാമെങ്കിൽ ഒരു 3000-4000 വർഷത്തിന് മുമ്പുള്ള കഥ എങ്ങനെയായിരിക്കും? ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു 1500 വർഷം കഴിയുമെങ്കിൽ നമ്മളെ ശ്രീനാരായണ ഗുരുവിന് ഒരു 10-6 തലയും ഒരു 10-25 കൈയും വെച്ചുള്ള പടം അന്ന് ഇറങ്ങിയിരിക്കും. വിഗ്രഹവും അന്ന് ഇറങ്ങിയിരിക്കും. ഒരു മാറ്റവും ഇല്ല.